ഗായ്സ് നമ്മളിന്ന് പഴം ബിരിയാണി മിക്സ് ട്രൈ ചെയ്യാൻ പോവാണ്. സോ ആദ്യം തന്നെ ഉള്ളിയൊക്കെ അരിയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഉദ്ദേശിച്ചതെങ്കിലും റൈസ് സെപ്പറേറ്റും ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഒരടുപ്പിൽ ചിക്കനും ഒരടുപ്പിൽ ഫ്രൈഡ് റൈസും എന്നുള്ളൊരു പ്രിപ്പറേഷനാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. സോ ചിക്കൻ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് നല്ല പെരട്ടി വയ്ക്കുകയാണ്. കുറച്ച് നേരം സെറ്റാകാൻ വെച്ചതിന് ശേഷം നമ്മൾ കുക്കറിലേക്ക് ഇടുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയൊക്കെ ഇട്ട് പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. നമ്മൾ 3-4 വിസിൽ കേൾക്കണം. സോ അതേസമയം തന്നെ നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. സോ നമ്മൾ ചിക്കന് വേണ്ടി വഴറ്റാൻ വെച്ചിരിക്കുന്ന ഉള്ളി, പിന്നെ കിഴങ്ങ്, മുളക് ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എണ്ണ ഒഴിക്കുക. കടായിൽ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. സോ ആ പേസ്റ്റ് നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് നോക്കാം. അത് കഴിഞ്ഞ് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി നല്ല വഴണ്ട് ഒരു കളറ് മാറുമ്പോഴത്തേക്ക് നമുക്ക് കിഴങ്ങിടാം കേട്ടോ. അപ്പോൾ കിഴങ്ങ് കുറച്ചുകൂടെ വേഗം കൂടുതലായതുകൊണ്ടാണ് പെട്ടെന്ന് ജസ്റ്റ് ഒരു റോസ് കളർ ആയതിനു ശേഷം നമുക്കിടാം. അപ്പോൾ ഉള്ളി നല്ലൊരു റോസ് കളർ ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് കിഴങ്ങിടാം. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ട് കിഴങ്ങും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ നീളത്തി അരിഞ്ഞത് ഞാൻ അതിനകത്തേക്ക് മിക്സ് ചെയ്യണം. സോ ഇതേ സമയം നമുക്ക് ഫ്രൈഡ് റൈസിന് സെറ്റ് ആവണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. സോ അതിന് നമ്മൾ പഴം മിക്സിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ തന്നെയാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. ആദ്യം തന്നെ അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ കുറച്ച് ഉള്ളി ഇട്ടുന്നു, മസാല ഇട്ട് വഴറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഉള്ളി നമ്മൾ ഇട്ടും. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗ്രീൻ പീസ്, വെജിറ്റബിൾസ് ഒക്കെ ഇടാം. ഞാൻ ഓൾറെഡി വെജിറ്റബിൾസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. സോ ഇത് എന്തിനാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഓയിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ്. ഡാൽഡ ആണെങ്കിലും എന്തായാലും നമ്മുടെ ഹെൽത്തിന് ഇഷ്യൂസ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ടേസ്റ്റ് ഉണ്ടാക്കുമെങ്കിലും നമ്മുടെ ഹെൽത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമല്ലോ. അതുകൊണ്ട് വളരെ മാക്സിമം കുറയ്ക്കാന്നുള്ളൊരു ലെവലിലായിരുന്നു. സോ നമ്മൾ ഈ അടുപ്പിൽ വെച്ചിരുന്ന കിഴങ്ങ് വെളുത്തുള്ളിയൊക്കെ വേണ്ടത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് മഞ്ഞപ്പൊടിയും, മുളക് പൊടിയും, അതുപോലെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയൊക്കെ ഇട്ടൊന്ന് പഴറ്റിയെടുക്കാം. അതിൽ ഒട്ടും വൈകാതെ തന്നെ നമ്മൾ ചിക്കനും നല്ല വെന്ത് കഴിഞ്ഞിട്ടുള്ള ചിക്കനും ഒരു 4 വിസിലോളം അടിച്ചിട്ടുണ്ടാവും. സോ ആ ചിക്കൻ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനകത്ത് തീരെ വെള്ളം കുറവാണ്. നമ്മൾ ഗ്രേവി വലുതായിട്ട് വേണമെന്നില്ല. ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ വെള്ളം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഗ്രേവി വളരെ കുറച്ചായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് ഗ്രേവി ഉള്ളൂ, ജസ്റ്റ് തിളയ്ക്കാനായിട്ട് വിടാം. അതേ ടൈമിൽ തന്നെ ഞാൻ നേരത്തെ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ തന്നെ അരിയും, 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നാൽ ലെവലിൽ നമുക്ക് റൈസ് എടുത്ത് അടച്ചു വയ്ക്കാം. അത് കുക്കാവുന്ന സമയത്തിന് നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് എന്തെങ്കിലും എസൻസ് ഉണ്ട് കേട്ടോ, നല്ല സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്. അതെല്ലാം എടുത്ത് ഒഴിച്ചിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വെക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അരി വേവിക്കാൻ ഇടുന്നതിന് മുന്നേ തന്നെ അരി കുതിർക്കാൻ വെക്കുക. കുറച്ചൊരു 5-10 മിനിറ്റ് കുതിർക്കാൻ വെക്കാം. അപ്പോൾ ചേട്ടനാണെങ്കിൽ നമുക്ക് സാലഡ് കൂടെ ഉണ്ടാക്കാം, മുട്ട പുഴുങ്ങി സാലഡ് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ അങ്ങനെ ഉള്ളി അരിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഉള്ളി അരിയുന്നത് അതുപോലെ നടക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ ഒരടുപ്പിൽ ചിക്കൻ അങ്ങനെ തിളച്ച് സെറ്റായി എണ്ണയൊക്കെ വന്നിട്ട് കുതിർക്കാൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് തൂകിയെടുക്കാം. ഇനി അരി നോക്കുമ്പോഴത്തേക്ക് അരിയും കുറേയൊക്കെ വെന്തു, അതിനകത്തുള്ള വെള്ളം അതേ ലെവലിൽ വറ്റുകയും വേണം. അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 1 ഗ്ലാസ് ആണ് അരി എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കുക. അപ്പോൾ ആ ഒരു ലെവലിൽ നമ്മൾ കറക്റ്റ് അളവിന് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും. ഞാൻ ഓൾറെഡി ഇത് വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും ഓയിൽ വളരെ കൂടുതലെടുക്കാതിരിക്കാൻ വേണ്ടിയാണ്. കാരണം അത് കുക്ക് ചെയ്ത് വരാനായിട്ടുള്ള ഓയിൽ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അങ്ങനെ അല്ലെങ്കിലും ഡയറക്റ്റ്ലി അതിനകത്ത് കുക്ക് ചെയ്താലും കുഴപ്പമില്ല. കാരണം കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തിട്ട് റൈസ് വേവുന്ന സമയത്തിന് വെജിറ്റബിൾസ് കണ്ടോളും, കുഴപ്പമില്ല. അതിൽ തന്നെ ഡാൽഡയിൽ ഞാൻ കുറച്ച് മുന്തിരിയും, നമ്മൾ കുറച്ചുകൂടെ മുന്തിരിയും അതുപോലെ അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളത് കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ആകെ ചില്ലറയായി പോയതാണ്. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അതൊന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട്. ഉള്ളിലേക്ക് വറുത്ത് കോരി എടുക്കുന്നുണ്ട് അതിൽ മേളിൽ തൂങ്ങാനായിട്ട്. അതുപോലെ തന്നെ കുറച്ച് കൊത്തി അരിഞ്ഞ തേങ്ങയും കൂടെ നമ്മൾ ഇടുന്നുണ്ട്, കുറച്ച് ടേസ്റ്റിനായിട്ടാണ്. അത് നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ അത് നമ്മൾ വറുത്ത് കോരി എടുക്കുകയാണേ. അപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഓൾറെഡി വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇടാം. ഏകദേശം ഇത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളത് വെച്ച് നമ്മൾ ഇട്ട് അത്യാവശ്യം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം അടച്ചു വെച്ചിരിക്കാം. ജസ്റ്റ് എസൻസ് ഒക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ അതിന് വേണ്ടിയിട്ട്.
അപ്പോൾ അതേ ടൈമിൽ നമ്മളൊന്ന് പപ്പടം ഒന്ന് പൊള്ളിച്ച് അതുപോലെ മുട്ടയും പുഴുങ്ങിയിട്ട് അതുപോലെ സാലഡിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡ് റൈസ് ഇറക്കാം. അപ്പം നമുക്കിനി അത് കഴിച്ച് എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കാം. നല്ല 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 മണമായിരുന്നു കേട്ടോ. പറഞ്ഞ സമയത്ത് നമുക്ക് ഒരുപാട് ഡാൽഡയും നെയ്യും ഒക്കെ ഇടണമെന്ന് ഉള്ളവർക്ക് യൂസ് ചെയ്യാം, അത് ഫുള്ള് യൂസ് ചെയ്താൽ മതി. ഞങ്ങൾ കുറച്ചേ യൂസ് ചെയ്തുള്ളൂ, പക്ഷേ യൂസ് ചെയ്തിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതേസമയം ആണെങ്കിൽ പൊറോട്ട മനസ്സിലാവും. അപ്പോൾ ഇതിന് ചിക്കൻ കറിയില്ലാതെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ സെറ്റായിരുന്നു. പൊറോട്ട ഫുള്ള് നമ്മൾ തിന്നു നോക്കും, ഈവൻ റൈസ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റൈസൊക്കെ എടുത്ത് വെച്ച് നമ്മുടെ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. എനിക്ക് പേഴ്സണലി കഴിച്ചപ്പോൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പം എന്തായാലും ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ യൂസ് ചെയ്തത് പകരം ബിരിയാണി മിക്സാണ്. നൈസായിട്ടുള്ള റൈസാണ്. റൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല നീളമുള്ള അരിയാണ്. നല്ല എന്താ പറയുക, നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എനിക്ക് ആദ്യമൊക്കെ അതിൻ്റെ ഒരു എസൻസിൻ്റെ ഒക്കെ സ്മെല്ലിട്ടിട്ട് മന്തി കഴിക്കുന്ന ഒരു ഫീലാണ് ആദ്യം എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തുള്ള ഒരു നോട്ടിഫിക്കേഷൻ്റെ ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇട്ട് വെക്കും.